നമസ്കാരം, ഞാനിവിടെ വന്നിരിക്കുന്നത് BDAയിലെ എക്സ്പോയിലേക്കാണ്. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വാരിയറിന്റെ 1 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ വരുന്ന പോർട്ടബിൾ ഇൻവെർട്ടറിനെ കുറിച്ചാണ്. BDAയുടെ 2025 അങ്കമാലിയിലുള്ള അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആണ് ഞങ്ങൾ നിലവിൽ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് 1 kV മുതൽ 10 kV വരെയുള്ള പോർട്ടബിൾ ഇൻവെർട്ടറിനെ കുറിച്ച് ഒരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 1 kV മുതൽ 10 kV വരെയുള്ള ലിഥിയം കോമ്പാക്റ്റബിൾ ഇൻബിൽറ്റ് UPS ആണ്. ഇത് അതിലെ LM1550 പറഞ്ഞൊരു മോഡലാണ്. ഇത് സ്മാർട്ട് ഇൻവെർട്ടർ ആണ്. മൊബൈൽ വഴി ആക്സസ് ചെയ്യാം. 1.28 കിലോവാട്ട് ആണ് ബാറ്ററി പാക്ക് വരുന്നത്. 1200 വാട്ട് ഇതിന് ഫുൾ ലോഡ് ചെയ്യാം. ഭാവിയിൽ അവർക്ക് സോളാറോ മറ്റോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ MPPT എക്സ്റ്റേണൽ വെച്ചിട്ട് അവർക്ക് സോളാറും കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് അതിന്റെ തൊട്ടു മുകളിലുള്ള ഒരു മോഡലാണ് HBM 2000. ഇത് ബാറ്ററി പാക്ക് സെയിം തന്നെയാണ്, പക്ഷെ ഇൻവെർട്ടർ ലോഡ് ഒരു 1500 വാട്ട് ഫുൾ ലോഡ് ചെയ്യാം. അത് സെയിം പർപ്പസ് തന്നെ MPPT വെച്ചിട്ട് സോളാറും കണക്ട് ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ HBM 3000 ആണ്. ഇത് 24 വോൾട്ട് ആണ് ബാറ്ററി പാക്ക് വരുന്നത്. 100 H ആണ് വരുന്നത്. 2.5 കിലോവാട്ട് ബാറ്ററി പാക്ക് ആണ് ഇതിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇൻവെർട്ടർ ലോഡ് 2400 ഫുൾ ലോഡ്. ഇത് അതിന്റെ തൊട്ടു മുകളിലുള്ള മോഡലാണ് HBM 4000. ഇത് 3400 വാട്ട് ഫുൾ ലോഡ് ചെയ്യും. ബാറ്ററി പാക്ക് 3.5 കിലോവാട്ട് ആണ് ഇതിന്റെ ബാറ്ററി പാക്ക് വരുന്നത്. നമ്മൾ ട്യൂബുലറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 150 H C10 ബാറ്ററിന്റെ 3 ബാറ്ററി ചെയ്യുന്ന സ്പേസിലോട്ടാണ് ഞങ്ങൾ ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പ്ലേസിലും ഇൻസ്റ്റാൾ ചെയ്യാം, എവിടെ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അതിന്റെ HBM 5000 എന്ന് പറഞ്ഞ മോഡലാണ്. 4200 വാട്ടാണ് ഇതിന്റെ ഫുൾ ലോഡ് ചെയ്യുന്നത്. ബാറ്ററി പാക്ക് 3.5 കിലോവാട്ടാണ് ബാറ്ററി പാക്ക്. 4200 ഫുൾ ലോഡ് ചെയ്യും. ഇതൊക്കെ സ്മാർട്ട് UPSകളാണ്. മൊബൈൽ വഴി നമുക്ക് ആക്സസ് ചെയ്യാം, ലോഡ് കാണാം, ചാർജിങ് ആംബിയർ, ഡിസ്ചാർജ് എല്ലാം ഇതില് മൊബൈൽ വഴി നമുക്ക് എടുക്കാൻ കഴിയും. ഇത് അതിന്റെ HBM 6000 5000 വാട്ട് ഫുൾ ലോഡ് ചെയ്യാം. ബാറ്ററി പാക്ക് വരുന്നത് 5 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് ആണ്. 5 യൂണിറ്റ് ആണ് ഈ സ്റ്റോറേജ് വരുന്നത്. ഇത് നമുക്കൊരു ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീടുകളിലൊക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വരുന്നത് HBM 7000 ആണ്. ഇത് 6000 വാട്ട് ഫുൾ ലോഡ് ചെയ്യാം. 7 യൂണിറ്റ് കറണ്ടാണ് ഇതിൽ സ്റ്റോറേജ് ഉള്ളത്. ഇത് സോളാർ ചൂസ് ചെയ്യാം. MPPT എക്സ്റ്റേണൽ വഴി നമുക്ക് ഇതിനെ സോളാർ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വരുന്നത് HBM 8000. ഇത് 8 കിലോവാട്ടാണ് ബാറ്ററി പാക്ക്. 7000 വാട്ട് ഫുൾ ലോഡ് ചെയ്യാം. ഇതും സെയിം പർപ്പസ് തന്നെ, മൊബൈൽ വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ ഫംഗ്ഷനും മൊബൈൽ വഴി ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റാണ് HBM 10000. ഇത് 10 കിലോവാട്ടാണ് ബാറ്ററി പാക്ക്. 8000 വാട്ട് ഫുൾ ലോഡ് ചെയ്യാം. 8 ബാറ്ററി ട്യൂബുലർ ബാറ്ററി വെക്കുന്ന സ്പേസിക്കാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിനകത്തൊക്കെ നമുക്കൊരു സെപ്പറേറ്റ് MPPT വെച്ചിട്ട് സോളാർ ഉപയോഗിക്കാൻ ഒക്കുന്ന സിസ്റ്റം ആണോ ഇത്? ഇത് നമുക്ക് എക്സ്റ്റേണൽ MPPT പുറത്ത് വെച്ചിട്ട് സോളാർ കണക്ട് ചെയ്യാം. അതിലുള്ള എല്ലാ ഫംഗ്ഷനും ഇൻവെർട്ടർ വർക്ക് ആവും. ബാറ്ററിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാറ്ററികളാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഗ്രിഡ് ചാർജിങ്, അതായത് KSEB നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു പർപ്പസ്, ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് ചാർജ് ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഗ്രിഡ് ചാർജ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നീട് നമുക്ക് വേണം എന്ന് വെച്ചാൽ വീണ്ടും പ്രസ് ചെയ്താൽ അത് ഓൺ ആവും ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഗ്രിഡ് ചാർജ് ചെയ്യണമെങ്കിൽ ഓണാക്കാം. മഴക്കാലം വരുന്ന സമയത്ത്, സോളാറിന് ചാർജിങ് ഇല്ലാത്ത സമയത്ത് കറണ്ട് ഗ്രിഡിന് നമുക്ക് ചാർജ് ചെയ്യാം. നമ്മൾ ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഓൾറെഡി ഇതിലുണ്ട്. ഇതിന് എത്ര വർഷത്തെ വാറണ്ടിയാണ് സാറേ കൊടുക്കുന്നത്? ഇതിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് 5 ഇയർ ആണ് സിസ്റ്റം ഫുൾ വാറണ്ടി വരുന്നത്. ഇൻവെർട്ടറിന് 5 ഇയർ ഉണ്ട്, ബാറ്ററി പാക്കിന് 5 ഇയർ ഉണ്ട്. 5 ഇയർ ആണ് ഓൺ സൈറ്റ് വാറണ്ടി. നമ്മൾ കേരളത്തിലുടനീളം ഓൺ സൈറ്റ് വാറണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും നമുക്ക് സർവീസ് സ്റ്റാഫ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് 1 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള പോർട്ടബിൾ ഇൻവെർട്ടർ. അപ്പൊ ഇന്ത്യയിൽ ഇതുവരെ ഒരു കമ്പനി
ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ഞങ്ങളാണ് ചെയ്യുന്നത്. 1 കിലോവാട്ട് ഒരു 10 കിലോവാട്ട് വരെ ഒരു കമ്പനിയും ചെയ്തിട്ടില്ല. ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ ഒരു ഇൻവേർട്ടർ നിലവിൽ ചെയ്തിട്ടില്ല. പോർട്ടബിൾ ഇൻവെർട്ടർ ഒന്നുമില്ല. അതുപോലെ ഇതിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഇത് 2 ലൈൻ ഡിസ്പ്ലേ ആണോ 4 ലൈൻ ഡിസ്പ്ലേ ആണോ? 4 ലൈനാണ്, 16:4 ആണ് ഡിസ്പ്ലേ. എല്ലാ മോഡലും എല്ലാ മോഡലും ആണ്. അതുപോലെയാണ് മൊബൈലിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇതിന്റെ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതിന്റെ ചാർജിങ്, നമുക്ക് എത്ര ചാർജിങ് ഇതിൽ നടക്കുന്നുണ്ട്, എത്ര ചാർജ് ഇത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഗ്രിഡ് ചാർജ് വേണമെങ്കിൽ BMS വഴി തന്നെ ഓഫ് ചെയ്യാം. BMS വഴി വേണമെങ്കിലും ഓഫ് ചെയ്യാം. ഗ്രിഡ് ചാർജ് ഓഫ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻസ് ഓപ്ഷൻസ് 5 ദിവസം വാറന്റി നമുക്ക് ടൈം കിട്ടും. എത്ര നിലവിലെ ലോഡ് വെച്ചിട്ട് എത്ര സമയം എനിക്ക് ഇനി ഇവിടെ നിലവിലെ ലൈറ്റ് ലോഡ് എത്ര ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാം.